ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയൽ ജീസസ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഗ്യോക്കേഴ്സിനെ ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗബ്രിയൽ ജീസസ് ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ജീസസിന് മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിലേക്ക് മടങ്ങുക, അതല്ല മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റണിലേക്ക് പോവുക എന്നതാണ് രണ്ട് ഓപ്ഷനുകൾ. അതായത് ഈ രണ്ട് ക്ലബ്ബുകളും ജീസസിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ബ്രൈറ്റണും പാൽമറാസും ലോൺ അടിസ്ഥാനത്തിൽ ഈ താരത്തെ ഗണ്ണേഴ്സിൽ നിന്നും കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ ആഴ്സണലിന്റെ തീരുമാനം അങ്ങനെയല്ല. ലോണിൽ ഈ താരത്തെ കൈവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് സ്ഥിരമായി കൊണ്ട് വിൽക്കാനാണ് ഇവരിപ്പോൾ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിക്ക് 52 മില്യൺ യൂറോ നൽകിക്കൊണ്ടായിരുന്നു ആഴ്സണൽ ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് 30 മില്യൺ യൂറോ എങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് ഈ താരത്തിന്റെ കാര്യത്തിലുള്ള ഗണ്ണേഴ്സിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ പാൽമിറാസ് ഇതിൽ നിന്നും പിൻവാങ്ങിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്രയും വലിയ ഒരു തുക പാൽമിറാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മുടക്കാൻ കഴിയില്ല. ലോൺ അടിസ്ഥാനത്തിൽ മാത്രം താരത്തെ എത്തിക്കാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഗബ്രിയൽ ജീസസിന് മുന്നിൽ ഇനി കൂടുതൽ ഓപ്ഷനുകൾ വരേണ്ടതുണ്ട്. കൂടുതൽ ഓഫറുകൾ വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നിരന്തരം പരിക്കുകൾ അലട്ടുന്ന ഒരു താരമാണ് ജീസസ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.